വിശ്വാസത്തിൻ്റെ ചരിത്രവഴികൾ തേടിയുള്ള യാത്രയിൽ ഇന്നെത്തിയിരിക്കുന്നത് കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിലാണ്. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നായ കോക്കമംഗലം പള്ളിയുടെ ചരിത്രം AD 52 ആരംഭിക്കുന്നു. വേമ്പനാട് കായലിൻ്റെ തീരത്തുള്ള കോക്കമംഗലത്തേക്ക് വിശുദ്ധ തോമാശ്ലീഹ കപ്പൽ മാർഗം എത്തിയെന്നും ഇവിടെ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി ദേവാലയം സ്ഥാപിച്ചുമെന്നാണ് വിശ്വാസം. അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇപ്പോൾ കോക്കമംഗലത്ത് ഉള്ളത്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്താണ് കോക്കമംഗലം. വിശുദ്ധ തോമാശ്ലീഹ ഇന്ത്യയിൽ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ് കോക്കമംഗലത്തുള്ളത്. കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, പാലയൂർ, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ സ്ഥലങ്ങളിലാണ് മറ്റ് 6 പള്ളികൾ സ്ഥാപിക്കപ്പെട്ടത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള തിരുവിതാംകൂർ പള്ളി ശ്ലീഹ സ്ഥാപിച്ച അരപ്പള്ളിയായി വിശ്വസിക്കപ്പെടുന്നു. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള വിശുദ്ധ തോമാശ്ലീഹയുടെ തിരുശേഷിപ്പാണ്. ഈ തിരുശേഷിപ്പ് ഇറ്റലിയിൽ നിന്നും 1999 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇന്ത്യയിൽ കൊണ്ടുവന്നു. സീറോ മലബാർ സഭയുടെ തലവൻ മാർ വർക്കിവിധേയത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ തിരുശേഷിപ്പ് വിശ്വാസികളുടെ വണക്കത്തിനായി കോക്കമംഗലം ദേവാലയത്തിൽ സ്ഥാപിച്ചു. ഇവിടെ കാണുന്ന വിശുദ്ധ തോമാശ്ലീഹയുടെ ഛായാചിത്രം 1897 മാന്നാനത്തെ കർമ്മലീത്ത ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വിശുദ്ധ തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം. രണ്ടാം ക്രിസ്തുവായ വിശുദ്ധ ഫ്രാൻസിസ് അസിസി. കേരളത്തിലെ പുരാതന ഗാനമായ റമ്പാൻ പാട്ട് എന്നതിൽ പറയുന്നതനുസരിച്ച് 1600 പേർ അദ്ദേഹത്തിലൂടെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. വിശുദ്ധ തോമാശ്ലീഹ കോക്കമംഗലത്ത് ഒരു ക്രിസ്ത്യൻ സമൂഹം രൂപീകരിക്കുകയും വിശ്വാസികൾക്കായി ഒരു കുരിശ് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കുരിശ് എതിരാളികൾ വെട്ടിമാറ്റി വേമ്പനാട് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതിലൂടെ അത് പള്ളിപ്പുറത്ത് പൊങ്ങി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കോക്കമംഗലം പള്ളി വേമ്പനാട് കായലിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ദേവാലയമറ്റത്തു നിന്നും കായലിൻ്റെ മനോഹര കാഴ്ചകൾ കാണാം. വിശുദ്ധ ബൈബിളിലെ ചില പ്രധാന സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ദേവാലയമറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ തോമാശ്ലീഹയുടെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് പുരാതനമായ സുറിയാനി ക്രിസ്ത്യാനി സമൂഹം കേരളത്തിൽ രൂപം കൊണ്ടു. വിശുദ്ധ ശ്ലീഹായുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്
തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ക്രൈസ്തവ വിശ്വാസം ഇന്നും കേരളത്തിൽ നിലകൊള്ളുന്നു. അതിന് ഒരു ഉദാഹരണമാണ് കോക്കമംഗലം പള്ളിയും അവിടുത്തെ വിശ്വാസികളും. ആത്മീയത നിറഞ്ഞു നിൽക്കുന്നതും മനോഹരവുമായ ഒരു ദേവാലയമാണ് കോക്കമംഗലം പള്ളി.